ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കാട്ടാക്കടയാണ്. നമ്മൾ ഇന്ന് പൊന്മുടിയാണ് പോകുമ്പോൾ ഞാനും സന്ദീപും ഉണ്ട്, കാണാമല്ലോ ബാക്കി നിൽക്കുന്നത്. ഇനി രണ്ടുപേരും കൂടെ വരാണ്ട് മൊത്തം നമ്മൾ 6 പേരാണ് പോണത്. 2 പേര് ഇപ്പം നമ്മളെ കൂടെ ഉള്ള 2 ഫ്രണ്ട്സ് വരാണ്ട്, അപ്പം അവരെ വെയിറ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. അവരിപ്പം വരുമെന്ന് പറഞ്ഞ് അവരിനി വന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ അവർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഹായ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പൊന്മുടി. നീ പറയണ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എടി മൈക്ക് നല്ല മൈക്ക് തന്നെ. നീ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കേൾക്കും. മൈക്ക് കൊള്ളാം, നല്ല മൈക്ക് തന്നെ. പോവാം. നിരുത്സാഹപ്പെടുത്തണ എന്നെ വഴക്ക് പറയരുത്. എനിക്ക് വണ്ടി ഓടിക്കാനുള്ളത് ഇതിന്റെ ഓവർടേക്ക് പോയി ഡബിൾ അടിച്ചു എക്സ് അടിച്ചു എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ പറഞ്ഞ സത്യാവസ്ഥ മാത്രം. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എപ്പോഴെത്തിയാണ് നമ്മൾ തന്നെ കുറെ നേരം ഇവിടെ എത്തിയിട്ട്. അപ്പൊ പോവാം, നമുക്ക് പോവാം. ഗൈസ്, അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി ഒതുങ്ങി. ഇപ്പം ഈ മഴ തോന്നും. വീഡിയോ എടുക്കാൻ തുടങ്ങിയതും മഴ തോർന്ന് ഒരുമിച്ചായിരുന്നു. ഇത് നമ്മുടെ നിതിൻ സാർ. ഹായ്. ഇവിടെ ഹായ്. എല്ലാവരിലും മഴക്കോട്ടുണ്ട്, പക്ഷേ എൻ്റെ മഴക്കോട്ടില്ല. എൻ്റെ ഇതാണുള്ളത്. ഇത് അത്യാവശ്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും തോന്നും. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇറങ്ങട്ടെ ഗൈസ്. അപ്പൊ നമ്മൾ വിതുര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 24 കിലോമീറ്റർ ആണ് ഇനി അടുത്ത് പൊന്മുടിയിലേക്കുള്ളത്. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ ഏകദേശം മലയൊക്കെ കണ്ടു തുടങ്ങി. കണ്ടില്ലേ, വിദൂരയിൽ നിങ്ങൾക്ക് ഇപ്പൊ മലയൊക്കെ കാണാം എന്നാണ് എന്റെ വിശ്വാസം. കാണാൻ പറ്റും. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇവിടെ പകുതി ദൂരം എത്തിയിട്ടുണ്ട്. ഈ മേളിലോട്ട് കയറാൻ പോയാണ്. അപ്പോഴത്തേക്കും വണ്ടി ഒന്ന് ചേഞ്ച് ആയിട്ട് എന്താ പറയണ, വണ്ടി ഒന്ന് മാറി കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി ഒന്ന് മാറി കയറിക്കൊണ്ടിരിക്കണം. അപ്പം അവൾ ആ വണ്ടി കയറും, ഞാൻ ഈ വണ്ടി കയറും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ ബൈ ഗൈസ്, മേളിലെത്തിയിട്ട് കാണാം. മോനെ അടി ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്ന് ബാക്കിയുള്ളവരെ കാണാനില്ല. ഞാനും മിഥുനുമാണ് വന്നത്. അതിനുശേഷം സന്ദീപൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അവര് കാണാനില്ല. 7 എയർപിന്ന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് കാണാനില്ല. ഇടയ്ക്ക് വെച്ചിട്ട് നല്ല മഴ പെയ്തപ്പോൾ നമ്മൾ ഒതുങ്ങിയില്ല. നമ്മള് നേരെ ഇങ്ങ് വിട്ടു പോന്നു. ഇതൊന്നും വിട്ട് മഴക്കോട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടെ പകുതി ദൂരം എത്തിയതിനു ശേഷമാണ് കേട്ടാ മിഥുന് മഴക്കോട്ട് എടുത്തിട്ടത്. നമ്മൾ താഴെ നിന്നിട്ട് ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. അതിനുശേഷം മേളിൽ വന്ന് ടിക്കറ്റ് എടുക്കാന്നാണ് വിചാരിച്ചത്. അവരെ നോക്കിയിട്ട് അവരെയും കാണാനില്ല. അവരും കൂടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കാണാനില്ലാത്തതുകൊണ്ട് ഇപ്പം മിഥുൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നു. നമുക്ക് 2 പേർക്കുമായിട്ട് കയറാനായിട്ട്. ടിക്കറ്റ് എടുക്കാൻ സ്ഥലം വേറെ ഇവിടെ അല്ലതാ, ഇവിടെയും താഴെ എടുക്കാൻ പറ്റും, മേളിലും എടുക്കാം. നിങ്ങൾക്ക് സൗകര്യം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും താഴെ നിന്ന് എടുത്തിട്ട് പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കൂടി നിൽപ്പുണ്ട്. അതിനേക്കാളും താഴെ നിന്ന് എടുത്തിട്ട് പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ വെട്ടി. അവരെ പറഞ്ഞവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കി, എന്നിട്ട് ഒരുമിച്ച് കയറാം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് വന്നിട്ട് നമ്മൾ മാത്രം കയറി പോണ ശരിയല്ലല്ലോ. അപ്പൊ അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. അവരെത്തിയിരിക്കുകയാണ്. നിങ്ങളെവിടെ പോയി? പൊന്മുടിയിൽ വന്നിട്ട് പൊന്മുടി പറഞ്ഞത് തന്നെ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടി. മഴയൊക്കെ നനഞ്ഞിട്ട് വരണം. ഇതാണ് ത്രില്ല്. ഇത് അവൻ പോയടാ, ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഓ, അപ്പൊ നമുക്ക് കേറാം ഗൈസ്. അവൻ ടിക്കറ്റ് എടുത്ത്
അത്യാവശ്യം ചെറുതായിട്ട് മഴ വീണുണ്ടല്ലേ? അയ്യോ അയ്യോ നല്ല കാറ്റുണ്ട് കേട്ടോ. എല്ലാം തണുപ്പും പിന്നെ അത് മഞ്ഞത്തല്ലേ. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പം ഞാൻ താഴോട്ടൊന്ന് ഇറങ്ങട്ടെ. അവരൊക്കെ താഴോട്ട് പോയി. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് പൊന്മുടിയിലോട്ട് വരാൻ പറ്റിയ സമയം. മഴയാണ്, മഴ ആയതുകൊണ്ട് വീട്ടിൽ ഇരിക്കാം എന്ന് അങ്ങനെ വിചാരിക്കുകയും ചെയ്തില്ല. നിങ്ങൾക്ക് വരാൻ പറ്റിയ സമയമാണ് ഈ സമയം. കണ്ടില്ലേ, അടിപൊളി ക്ലൈമറ്റാണ്. കണ്ടോ, ഈ ക്ലൈമറ്റ് വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് ക്ലൈമറ്റിലാണ് വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? പാമ്പൊക്കെ ഉണ്ടോ ദൈവമേ. വീഡിയോ എടുക്കാനായിട്ട് കയറിയത്. പിടിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വീഡിയോ എടുത്ത് കൊടുത്തിട്ട് വരാം ഞാൻ. നോക്കി ഇറങ്ങേ. ഓ അവൻ ചാടി ഇറങ്ങി. അയ്യോ 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 കാറ്റടിച്ച അപ്പുറത്തോട്ട്. അല്ലേ എടാ അതിന് ഞാനെന്താ പറഞ്ഞു. ഇറങ്ങട്ടെ. അയ്യോ പുലി. എടാ അതില്ല, ഞാനും കൂടെ വന്നു. അവിടെ നിന്ന് എല്ലാവർക്കും എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? കയറാൻ പറ്റുമായിരിക്കും അല്ലേ? ഷൂ ഇട്ടിട്ട് കാലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദനിക്കും. തണുപ്പും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഉരുണ്ട് വീണ് കിടക്കും. ഓ മഴ തുടങ്ങി. ഹൈക്കിങ് ഓക്കെ. അങ്ങനെ അവൻ വലിഞ്ഞു കയറുകയാണ് ഗൈസ്. ഓ മഴയും പെയ്യാണ്, ഫോണിൽ വെള്ളം ആവുന്നുണ്ട്. ബാഗ് ഇനി എൻ്റെ. സുഭാഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേടാ. നല്ലതാ. അത് ഇടല്ലേ പറക്കും. വെള്ളം കയറി ഫോണ് വെള്ളം നനഞ്ഞ. അയ്യോ അവിടെ എന്തോ ഒരു പേമാരി. ഫോക്കസ് മാറി കിടന്നു. ഫുള്ള് മഞ്ഞല്ലേ, മഞ്ഞും മഞ്ഞ പരവതാനികളും. മഴ നനയാതിരിക്കും പെട്ടെന്ന് ഐഡിയ തോന്നി കയറിയതാ. ഓ ഇനി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഫുള്ളും വെള്ളം കയറാകത്ത്. അപ്പം പിന്നെ കാണാം ഗൈസ്. ക്യാമറയിൽ വെള്ളമായ ടാറ്റാ ബൈ, പിന്നെ കാണാം. അപ്പോൾ അവിടുത്തെ വൈബെല്ലാം ആസ്വദിച്ചതിന് ശേഷം നമ്മളിതാ ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്നല്ല, ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് പൊന്മുടിയിൽ നിന്ന്. ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ബൈ ബൈ ഗൈസ്. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് വേറെ എവിടെയല്ല, ഈ മരത്തിൻ്റെ അടുത്താണ്. നമ്മൾ പൊന്മുടി വന്നു കഴിഞ്ഞാൽ ഈ മരം മസ്റ്റാണ്, ആരും വിട്ടു പോകരുത്.
ആരെടുത്ത് പറയേ? ആ മരം കണ്ട് ഇനി നമ്മൾ തിരിച്ചു പോകണം. എടാ വണ്ടി എവിടെ? ആ ബൈക്കിൽ പോണ നീ അതീ കയറണ, നീ അതീ കയറണ, അതേ ഇതിൽ കയറണ. എനിക്ക് ചെരുപ്പില്ലാത്തോണ്ട് ചേട്ടൻ എനിക്ക് ചെരുപ്പ് ചേട്ടന്റെ തന്നു. നോക്ക് എന്റെ കാല് നോക്ക്. ചുമ്മാ കഴിച്ച് ഇത്ര നേരം നടന്ന എന്റെ കാല് പോയിക്കോ. ഇപ്പോഴാണ് ഓടി തരുന്നത്. കഴിയില്ല പറഞ്ഞോ. രാവിലെ പോലത്തെ ചെരുപ്പ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊട്ടാതെ പിന്നെ സ്ട്രോങ് ആയിട്ട് കിടക്കും. പിന്നെ അല്ലാതെ ഫോട്ടോ അടിപൊളിയല്ലേ ഇവിടുത്തെ, ഫ്രെയിമൊക്കെ സൂപ്പർ. അയ്യോ കിട്ടില്ല. ഇപ്പൊ എന്റെ ഫോണിൽ നിന്ന് എടുക്കണമെന്ന് പറയല്ല, കിട്ടില്ല തന്നെ. അപ്പോൾ പോവാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ടാറ്റാ.